കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നെഞ്ചിടിപ്പോടെ മുന്നണികൾ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ തപാൽ വോട്ടുകളും തുടർന്ന് EVM-ലെ വോട്ടുകളും എണ്ണും. 8:30 മുതൽ തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 79.70% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 20,028 സർവീസ് വോട്ടുകൾ ലഭിച്ചു. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ യു ഖേൽക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടെൻറ്റേറ്റീവായിട്ട് പറയാനുള്ള ഒരു വോട്ടിംഗ് ശതമാനം 79.70% ആണ്. ആൻഡ് ഫൈനൽ കൗണ്ട് ECIയുടെ ഇൻഡെക്സ് കാർഡ് അവസാനത്ത് നമ്മൾ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് അത് സാധാരണ 48 hours ആഫ്റ്റർ കൗണ്ടിങ് നമ്മൾ പ്രഖ്യാപിക്കും. ഓരോരോ അസംബ്ലി മണ്ഡലത്തിന് ഓരോ കൗണ്ടിങ് ഒബ്സർവേഴ്സ് ഉണ്ടാവും. ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് ഓൾ ഇന്ത്യ സർവീസസിലെ ഓഫീസേഴ്സ്. നാളെ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുന്നത്. വോട്ടെണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്ക് 32,031 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡ് ഉള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. EVM 8:30 ശേഷമായിരിക്കും എണ്ണിത്തുടങ്ങുക. എല്ലാ സംശയങ്ങളും തീർത്ത ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർഭരണം കിട്ടുമെന്ന് LDFും കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിലെത്തുമെന്ന് UDF കണക്കുകൂട്ടുന്നു. ഏത് സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നു. എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുകയാണ്. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നു.